അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, രക്ഷിതാക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സാമ്പത്തികമായി അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെട്ടവർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കാം. ശാരീരികമായി രോഗങ്ങളൊന്നുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കാം. സന്താനങ്ങളുടെ രൂപത്തിൽ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ നിർഭയത്വത്തോടു കൂടി ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിക്കപ്പെട്ടവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് നൽകപ്പെട്ടവരോ ഇതിലേതെങ്കിലും നൽകപ്പെട്ടവരോ ഇതല്ലാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെട്ടവരോ ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കാം. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ ആഴവും പരപ്പും വ്യക്തമാക്കിക്കൊണ്ട് സൂറത്തിൽ ഇബ്രാഹീമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ലാ തുഹ്സുഹാ, നിങ്ങൾക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പ്രതിപാദിപ്പിക്കുന്നുണ്ട്. സഹോദരന്മാരെ, സഹോദരികളെ, പലപ്പോഴും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ വലിപ്പം നമുക്ക് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അതിൻ്റെ വലുപ്പം നമുക്ക് അറിയാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മുടെ സഹോദരന്മാർക്കോ അതല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ആളുകൾക്കോ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ നേർക്ക് നമ്മൾ ദൃഷ്ടികൾ പായിപ്പിക്കുന്നു. നമ്മേക്കാൾ വലിയ വീട് ലഭിക്കുന്നവർ, അതുപോലെ തന്നെ നമ്മേക്കാൾ ജീവിത സൗകര്യങ്ങൾ കൊണ്ട് മെച്ചപ്പെട്ടു നിൽക്കുന്ന ആളുകൾ, അവരുടെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കി നെടുവീർപ്പിടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ വില നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്. നേരെ മറിച്ച് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ ആഴവും പരപ്പും അത് നമുക്ക് തന്നെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. നിങ്ങൾ നിങ്ങളെക്കാൾ അനുഗ്രഹങ്ങൾ കൊണ്ട് താഴെയുള്ളവരിലേക്ക് നോക്കണം. നമ്മുടെ അത്ര അനുഗ്രഹം ലഭിക്കാത്ത ആളുകളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. അനുഗ്രഹങ്ങളിൽ മുകളിലുള്ളവരിലേക്ക് ഒരിക്കലും നിങ്ങൾ ആ ഒരു കണ്ണോടുകൂടി നിങ്ങൾ നോക്കരുത്. ഇങ്ങനെ നമ്മേക്കാൾ അനുഗ്രഹങ്ങൾ കുറച്ച് ലഭിച്ച ആളുകളിലേക്ക് നോക്കുമ്പോൾ, നമ്മേക്കാൾ അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭിച്ച ആളുകളിലേക്ക് നോക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ വില കുറച്ചു കാണാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരു കൊച്ചു കൂരയാണെങ്കിലും ആ കൊച്ചു കൂരയുണ്ടല്ലോ, അതില്ലാത്ത ആളുകൾ എത്രയുണ്ട് ലോകത്ത്. അതുപോലെ തന്നെ ഒരു മാസത്തിൽ നമുക്ക് ജീവിച്ചു പോകാനുള്ള വക നമുക്കുണ്ട്, അതുപോലും ഇല്ലാത്ത ആളുകൾ എത്രയുണ്ട് ഈ ലോകത്ത് എന്ന് വിചാരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ ആഴവും പരപ്പും വലിപ്പവും നമുക്ക് മനസ്സിലാവും. സഹോദരന്മാരെ, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളൊക്കെ ജീവിതത്തിൽ ഏറെ സ്നേഹിക്കുന്ന, നമ്മുടെ ജീവനേക്കാളും സ്നേഹിക്കുന്ന ആ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരുപാട് പട്ടിണിയും പ്രതിസന്ധികൾ അനുഭവിച്ച പ്രവാചകനായിരുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അതേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് രാത്രി നേരങ്ങളിൽ സുദീർഘമായി കാലിൽ നീര് വരുമാറ് നമസ്കരിച്ചത് കണ്ടപ്പോൾ ചോദിക്കപ്പെട്ടു, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടിയുണ്ട്, അഫലാ അകൂനു അബ്ദൻ ശകൂറ. അല്ലയോ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ?
അള്ളാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു അടിമയായെങ്കിലും ഞാൻ മാറണ്ടേ, അതിന് ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്നുള്ള രൂപത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളും നന്ദി കാണിക്കണം. ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ നൽകിയിട്ടുണ്ട്, ആ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി നന്ദി കാണിക്കേണ്ടതുണ്ട്. എങ്ങനെ നമുക്ക് നന്ദി കാണിക്കാൻ സാധിക്കും? നമ്മുടെ ഖൽബ് കൊണ്ട് നന്ദി കാണിക്കണം, നമ്മുടെ നാവ് കൊണ്ട് നന്ദി കാണിക്കണം, നമ്മുടെ ശരീരാവയവങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ നന്ദി കാണിക്കണം. എങ്ങനെ ഖൽബ് കൊണ്ട് നന്ദി കാണിക്കുക? ഹൃദയം കൊണ്ട് എങ്ങനെ നന്ദി കാണിക്കാൻ സാധിക്കും? മനസ്സുകൊണ്ട് അള്ളാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുകയും ഇത് നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുക. മനസ്സുകൊണ്ട് അത് അംഗീകരിക്കുക. അള്ളാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, അത് അംഗീകരിക്കലാണ് ഹൃദയം കൊണ്ടുള്ള, ഖൽബ് കൊണ്ടുള്ള നന്ദി കാണിക്കൽ. അതുപോലെ തന്നെ നാവ് കൊണ്ട് നമ്മൾ നന്ദി കാണിക്കണം. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അതുപോലെ തന്നെ ആ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമ്പോൾ, സന്തോഷങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അള്ളാഹുവിന് ശുക്ർ കാണിക്കണം. അൽഹംദുലില്ലാ എന്ന് വാക്ക് പറയണം. അൽഹംദുലില്ലാഹി ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. എല്ലാ നന്മകളും ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ആ അള്ളാഹുവിന് അൽഹംദുലില്ലാ സർവസ്തുതിയും എന്ന് പറയണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് പറയാറുണ്ട്. അതുപോലെ തന്നെ മുന്തിയ വസ്ത്രം ധരിച്ചാലും അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുമ്പോഴുമൊക്കെ നമ്മൾ പറയാറുണ്ട് അൽഹംദുലില്ലാ. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ പറയാറുണ്ട് അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹിൻ നുശൂർ. ഇങ്ങനെ ചെറുതും വലുതുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന വാക്കെങ്കിലും നമ്മൾ പറയണം. അതുപോലെ തന്നെ ഇബാദത്തുകൾ കൊണ്ട്, നമ്മുടെ ശരീരാവയവങ്ങൾ കൊണ്ട് ഇബാദത്ത് നൽകിക്കൊണ്ട് നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട്. ഒരു നല്ല കാര്യം ലഭിക്കുമ്പോൾ, സന്തോഷകരമായ ഒരു കാര്യം ലഭിക്കുമ്പോൾ ശുക്രിൻ്റെ സുജൂദ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്, നന്ദിയുടെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇബാദത്തുകൾ ഒരുപാട് ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നന്ദി കാണിച്ചാലുള്ള ഗുണമെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാലുള്ള പ്രതിഫലം എന്താണ്? സൂറത്തു ഇബ്രാഹീമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വീണ്ടും വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. നമ്മൾ നന്ദി കാണിക്കുന്നതിലൂടെ നമ്മൾ ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും അള്ളാഹു അധികരിപ്പിച്ചു നൽകുമെന്ന് ആ അനുഗ്രഹം നൽകിയ അള്ളാഹുവാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് നന്ദി കാണിക്കാതിരിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ നന്ദി കാണിക്കുക. ഏതെങ്കിലും വ്യക്തികളാണ് നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തരുന്നത് എങ്കിൽ ആ വ്യക്തികളോടും നന്ദി സൂചകമായിട്ടുള്ള വാക്കുകൾ നമ്മൾ പറയേണ്ടതുണ്ട്. ജസാക്കല്ലാഹു ഖൈറ എന്നെങ്കിലും നമ്മൾ തിരിച്ചു പറയണം. താങ്കൾക്കും അള്ളാഹു ഇതുപോലെയുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് അവരോട് തിരിച്ചു പറയണം. അതുകൊണ്ട് പറഞ്ഞതിൻ്റെ ചുരുക്കം, അനുഗ്രഹങ്ങൾ മൊത്തം നൽകുന്നത് അള്ളാഹുവാണ്. ആ അനുഗ്രഹങ്ങളുടെ ആഴവും പരപ്പുമൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ്, അതിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കണം. നന്ദി കേട് കാണിക്കരുത്. വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം, നന്ദി കേട് കാണിക്കരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ആ രൂപത്തിൽ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന, നന്ദി കേടിൻ്റെ ഒരു വാക്കുപോലും നാവ് കൊണ്ടോ അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മനസ്സിലോ വിചാരിക്കാത്ത നല്ല മനുഷ്യന്മാരാവുക, നല്ല ശാക്കിരീങ്ങളാവുക. അതിനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.